ഹലോ ഗൈസ്, എല്ലാവർക്കും വെൽക്കം. ഞാൻ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് ഇൻ്റർമീഡിയറ്റ് ആയിട്ട് അവിടുന്നും ഇവിടുന്നും കുറച്ച് എക്സൽ ഫങ്ഷൻസ് അല്ലെങ്കിൽ ഫോർമുലാസ് എങ്ങനെ ചെയ്യാന്നുള്ളതായിരുന്നു. അതൊരു ന്യൂ യൂസറെ സംബന്ധിച്ചിടത്തോളം അത് കാണുമ്പോൾ കുറച്ച് ക്യാച്ചപ്പ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാവുന്നത് കൊണ്ട് ഞാൻ ഒരു ബേസിക് ലെവൽ തൊട്ട് അഡ്വാൻസ് ലെവൽ വരെ നമുക്ക് എങ്ങനെ എക്സൽ പഠിക്കാമെന്നുള്ളത് ഒരു മലയാളം ട്യൂട്ടോറിയൽ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരു പ്ലാനിലാണ് നമ്മൾ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിലിപ്പം ഒന്നാമത്തതായിട്ടുള്ള എക്സൽ എങ്ങനെ ഓപ്പൺ ചെയ്യാൻ തൊട്ടിട്ടാണ് നമ്മളിപ്പം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എക്സൽ ആദ്യമായിട്ട് എങ്ങനെ ഓപ്പൺ ചെയ്യാന്നുള്ളത്, നമ്മളിപ്പോൾ ഒരു വിൻഡോസ് ഓപ്പൺ ചെയ്തിരുന്നാൽ എക്സൽ എന്നുള്ള ഐക്കൺ ഇവിടെ ഓൾറെഡി നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ അതാണ് ബെസ്റ്റ് ഓപ്ഷൻ. ഒന്നുകിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം. രണ്ടായാലും നിങ്ങൾക്ക് എക്സൽ ഓപ്പൺ ആയി കിട്ടും. നെക്സ്റ്റ് ഒരു മെത്തേഡ് എന്നുള്ളതാണ് സെർച്ച്. ഇവിടെ വന്ന് എക്സലിന് ടൈപ്പ് ചെയ്തതിനാൽ ആ ആപ്ലിക്കേഷൻ കാണും. ഇവിടെ വന്നാലും ഇവിടെ ക്ലിക്ക് ചെയ്ത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഓപ്പൺ എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യുന്നതാണ്. ഇനി മൂന്നാമത്തെ ഒരു ഓപ്ഷനാണ് നമ്മൾ ഈ സ്റ്റാർട്ട് മെനുവിൽ വന്ന് ഇവിടെ ഓൾ കൊടുത്ത് ഇവിടുന്ന് സെർച്ച് ചെയ്യാം. എക്സൽ കണ്ടോ, ഇതും ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് പിൻ ചെയ്യാം. നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓൾറെഡി ഞാൻ എൻ്റെ സ്റ്റാർട്ട് മെനുവിൽ പിൻ ചെയ്തുകൊണ്ടാണ് ഇവിടെ അൺപിൻ എന്നുള്ളത് കാണിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഓൾറെഡി നമ്മളിപ്പം സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്താൽ ഇവിടെ തന്നെ എക്സൽ വന്നു കഴിഞ്ഞു. അപ്പം ഇവിടെ തന്നെ ഡയറക്റ്റ് നമുക്ക് ആക്സസ് ചെയ്യാം. അറിയാം, ഇതൊരു വെറും ബേസിക് ലെവൽ സ്റ്റാർട്ടിംഗ് ആണ്. അതുകൊണ്ട് ഇതൊക്കെ ഒരു 99% ആൾക്കാർക്കും അല്ലെങ്കിൽ ഒരു ന്യൂ യൂസർക്കും ഇത് അറിയാവുന്നതാണ്. പക്ഷേ ഒരു എക്സൽ ട്യൂട്ടോറിയൽ എന്നുള്ള സ്ഥിതിക്ക് സ്റ്റാർട്ടിങ്ങേ തൊട്ട് പോകാന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് വരും വീഡിയോസിൽ നമുക്ക് ഓരോന്നിനെയും പറ്റി കൂടുതലായിട്ട് പഠിക്കാം. ഇത് കൂടാതെ വേറെ എന്തെങ്കിലും മെത്തേഡ്സിൽ നിങ്ങൾക്ക് എക്സൽ ഓപ്പൺ ചെയ്യാം എന്നറിയുന്നുണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് ഡു കമൻറ്റ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്കതും ആഡ് ചെയ്തതാണ്. താങ്ക് യു.